ഈ കാണുന്ന ബോട്ടിലുണ്ടല്ലോ, ഈ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇത് വെറുമൊരു ബോട്ടിലല്ല, ഇതാണ് പെനാൽറ്റി ബോട്ടിൽ. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല, ഈ ബോട്ടിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നിന്ന് അർജന്റീന സപ്പോർട്ടിംഗ് ടീമിന് ഒരു കുപ്പി കിട്ടി. ആ ഒരു കുപ്പിയുമായി അദ്ദേഹം അർജന്റീന കളിക്കാരുടെ അടുത്തേക്ക് വരുന്നു. ആ കുപ്പിയുടെ ചുറ്റും നിൽക്കുന്ന അർജന്റീനൻ താരങ്ങളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ മെസ്സിയുണ്ട്. എന്താണ് ഇവർ ഈ വായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ ഗോൾ പോസ്റ്റിൽ എവിടെ നിൽക്കണം, അതുപോലെ തന്നെ എങ്ങോട്ട് ഡൈവ് ചെയ്യണം എന്നൊക്കെ ഈ കുപ്പിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഇംഗ്ലണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രൂപരേഖയായിരുന്നു ആ ഒരു ബോട്ടിലിൽ ഒട്ടിച്ചിരുന്നത്. ഗോൾ കീപ്പറുടെ വെള്ളക്കുപ്പിയിൽ അർജന്റീനയുടെ ഓരോ പെനാൽറ്റി ടേക്കറെയും കുറിച്ചുള്ള കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ആരാണ് ഏത് ഭാഗത്തേക്ക് അടിക്കാൻ സാധ്യത, ആരാണ് ഗോൾ കീപ്പറെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് അവസാന നിമിഷം ഷോട്ട് മാറ്റുന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സരം പെനാൽറ്റിയിലേക്ക് പോയില്ല. എങ്കിലും എല്ലാ അർജന്റീന താരങ്ങൾക്കുമെതിരെ ഇംഗ്ലണ്ടിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു എന്നത് ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും പ്ലാനുകളൊന്നും വർക്കൗട്ടായില്ല. കളി അർജന്റീന തന്നെ ജയിച്ചു. ഒത്തില്ല.